ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിസിനസ് എത്തിക്സിനെ കുറിച്ചാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും. ബിസിനസ് എത്തിക്സ് എന്താണെന്ന് നോക്കാം. ബിസിനസ് എത്തിക്സ് ഈസ് നത്തിങ് ബട്ട് ദി ആപ്ലിക്കേഷൻ ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ നമ്മൾ എത്തിക്സ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും. ബിസിനസ് എത്തിക്സ് റെഫേഴ്സ് ടു റൈറ്റ് ഓർ റോങ് ബിഹേവിയർ ഇൻ ബിസിനസ് ഡിസിഷൻ. ബിസിനസ്സിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ട് ശരിയായ ഡിസിഷൻസ് എടുക്കുന്നതാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ദി ലൈഫ് ആൻഡ് ഗ്രോത്ത് ഓഫ് എ ബിസിനസ് യൂണിറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എത്തിക്സ് പ്രാക്ടീസ്ഡ് ബൈ എ ബിസിനസ് മാൻ. സോ ഒരു ബിസിനസ്സിൽ അവർ യൂസ് ചെയ്യുന്ന എത്തിക്സ് അനുസരിച്ചിരിക്കും ആ ബിസിനസ്സിൻ്റെ ലൈഫ്. നല്ല രീതിയിൽ എത്തിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷൻ നല്ല ഗ്രോത്തും അതുപോലെ തന്നെ നല്ല ലൈഫും ഉണ്ടാവും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. First one, it is a discipline. A discipline means following rules and regulations and act accordingly. In business ethics, there is also certain principles and code of conduct for business functions. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾസും റെഗുലേഷൻസും ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സിലും ധാരാളം പ്രിൻസിപ്പിൾസും കോഡ് ഓഫ് കണ്ടക്റ്റും ഉണ്ടാവും. അതനുസരിച്ചിട്ടായിരിക്കും ആ ബിസിനസ് ഓർഗനൈസേഷൻ ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് എത്തിക്സ് ഒരു ഡിസിപ്ലിൻ ആണെന്ന് പറയാം. Next, it is an art and science. It is a science because the principles are determined on the basis of observation and experimentation. It is an art because it emphasizes practical application of principles. ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ആർട്ടും സയൻസുമാണ്. അത് സയൻസ് എന്ന് പറയാനുള്ള കാരണം ആ ബിസിനസ് എത്തിക്സിലുള്ള പ്രിൻസിപ്പിൾ ഫോം ചെയ്തിരിക്കുന്നത് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയൊക്കെയാണ്. അതുപോലെ തന്നെ ഇതൊരു ആർട്ട് എന്ന് പറയാനുള്ളത് കാരണം ആ പ്രിൻസിപ്പിൾസ് നമ്മൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ പ്രാക്ടിക്കലി ബിസിനസ് പ്രിൻസിപ്പിൾസ് നമ്മൾ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്കിതൊരു ആർട്ടാണെന്നും പറയാനായിട്ട് പറ്റും. Third one is dynamic. It continuously tests the rules and moral standards time to time and make necessary changes. നമുക്കറിയാം എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈമിലും ഒരേ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കില്ല ഫോളോ ചെയ്യേണ്ടി വരിക. അപ്പോൾ ടൈം ടു ടൈം ആ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വരുത്താനായിട്ട് ബിസിനസ് എത്തിക്സിൽ പറ്റും. നെക്സ്റ്റ്, ആൻ ആൻഷ്യൻ്റ് കൺസെപ്റ്റ്. Its origin is mainly concerned with the development of human civilization. മനുഷ്യരുണ്ടായ കാലം തൊട്ട് തന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പുരാതനമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നെക്സ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ റിയാലിറ്റി ആൻഡ് കസ്റ്റം. ബിസിനസ് എത്തിക്സ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ഇമോഷൻ ബട്ട് ഈസ് ബേസ്ഡ് ഓൺ ദി റിയാലിറ്റി ആൻഡ് സോഷ്യൽ കസ്റ്റംസ് പ്രിവെയിലിംഗ് ഇൻ ദി ബിസിനസ് എൻവയോൺമെൻറ്റ്. ഒരു ഇമോഷനെ ബേസ് ചെയ്തിട്ടല്ല ബിസിനസ് എത്തിക്സ് ഫോം ചെയ്തിരിക്കുന്നത്. അതൊരു സോഷ്യൽ കസ്റ്റംസും അതുപോലെ തന്നെ ഒരു റിയാലിറ്റീനൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എത്തിക്സ് ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. ഇറ്റ് ഹാസ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ബിക്കോസ് ബിസിനസ് എക്സിസ്റ്റ് ഓൾ ഓവർ ദി വേൾഡ്. ലോകത്തെല്ലായിടത്തും തന്നെ ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തെല്ലായിടത്തും ബിസിനസ് എത്തിക്സും ഉണ്ടാവും. ലാസ്റ്റ് വൺ, കീപ്സ് ഹാർമണി. ബിസിനസ് എത്തിക്സ് കീപ്സ് ഹാർമണി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റോൾസ് ഓഫ് ബിസിനസ് മാൻ വിത്ത് എവരി സിറ്റിസൺ, കൺസ്യൂമർ, ഓണർ ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സോ ഒരു ബിസിനസ് മാന് സിറ്റിസണായിട്ടും കൺസ്യൂമറായിട്ടും ഓണറായിട്ടും ഇൻവെസ്റ്റേഴ്സുമായിട്ടൊക്കെ പല പല റോൾസിൽ ആക്ട് ചെയ്യേണ്ടി വരും. സോ അതിലൊരു ഐക്യം കൊണ്ടുവരാൻ എത്തിക്സിലൂടെ സാധിക്കും. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ്സിൽ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് ഇൻക്രീസസ് ഗുഡ് വില്ല്. എത്തിക്കൽ കണ്ടക്ട് ഓഫ് ബിസിനസ് എൻഹാൻസസ് ഇറ്റ്സ് റെപ്യൂട്ടേഷൻ. പീപ്പിൾ ഡു നോട്ട് ലൈക്ക് ടു ഡീൽ വിത്ത് ഫ്രോഡുലൻറ്റ് ആൻഡ് മിസ്ചീഫ് ബിസിനസ് മാൻ. സോ നല്ല രീതിയിലൊരു എത്തിക്സ് ഫോളോ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗുഡ് വിൽ, അതായത് റെപ്യൂട്ടേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു ഫ്രോഡായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു ബിസിനസ്മാനുമായിട്ട് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും കൺസ്യൂമേഴ്സ് ആണെങ്കിലും ഡീൽ ചെയ്യില്ല. സോ നല്ലൊരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗുഡ് വില്ല്, അതായത് റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യാനും അതിലൂടെ കൂടുതൽ കൺസ്യൂമേഴ്സിനെ, ഇൻവെസ്റ്റേഴ്സിനെ, സപ്ലൈസിനെ ഒക്കെ അട്രാക്റ്റ് ചെയ്യാനും സാധിക്കും. Second one, helps to increase mutual trust and confidence. When ethical conduct is displayed, it puts some kind of trust and confidence in relationship. ഒരു ഓർഗനൈസേഷനിൽ ധാരാളം റിലേഷൻഷിപ്പ് ഉണ്ടാവും. എംപ്ലോയീസ് ആയിട്ടും കൺസ്യൂമേഴ്സ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് സപ്ലൈസ് ഒക്കെ ആയിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. സോ നല്ലൊരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന ടൈമിൽ ആ റിലേഷൻസിൽ ഒരു ട്രസ്റ്റും കോൺഫിഡൻസും ഉണ്ടാക്കിയെടുക്കാൻ ഇതിലൂടെ സാധിക്കും.
Third one helps in professionalization of management. To become professional, the management should follow good ethics. പ്രൊഫഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് കോഡ് ഓഫ് കണ്ടക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു എത്തിക്സ് അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നല്ലൊരു പ്രൊഫഷനായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പ്രൊട്ടക്ട്സ് ഈച്ച് അതർ. എ ബിസിനസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഹെൽപ്സ് ടു പ്രൊട്ടക്റ്റ് പീപ്പിൾ ഇൻ ഡീലിംഗ് വിത്ത് ഈച്ച് അതർ. നല്ലൊരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ ഓരോ ഡീല് ചെയ്യുന്ന ടൈമിൽ അവർക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നും വരില്ല. ആരും മറ്റൊരാളെ ചതിക്കാനായിട്ട് നോക്കില്ല. Next, release from tension. A businessman who follows ethical standards to conduct a business is released from tension and worries. He need not worry about legal action, protection of property, etc. സോ നല്ലൊരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം ടെൻഷൻ അടിക്കേണ്ടി വരില്ല. കാരണം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. അങ്ങനെയാണ് ഒരു ബിസിനസ് ഫേം ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലീഗൽ ആക്ഷനെ കുറിച്ചും ബാക്കി അവരുടെ പ്രോപ്പർട്ടീനെ കുറിച്ചുള്ള പ്രൊട്ടക്ഷനെ കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട കാര്യം ഒരിക്കലും വരുന്നില്ല. നെക്സ്റ്റ്, പെർപെച്വൽ സക്സഷൻ. എ ബിസിനസ് ക്യാൻ പ്രോസ്പർ ഓൺ ദി ബേസിസ് ഓഫ് ദി ഗുഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇറ്റ് ക്യാൻ റീറ്റെയിൻ ഇറ്റ്സ് ബിസിനസ് ഫോർ ലോങ് ഇയേഴ്സ്. സോ നല്ല എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിൽ കുറേ കാലം സർവൈവ് ചെയ്യാനായിട്ട് ബിസിനസ്സിന് സാധിക്കും. ലാസ്റ്റ് വൺ, ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. ദി എത്തിക്കൽ ആറ്റിറ്റ്യൂഡ് ഓഫ് എ മാനേജ്മെൻറ്റ് ഹെൽപ്സ് ടു ടേക്ക് ബെറ്റർ ഡിസിഷൻസ് വിച്ച് ആർ ഇൻ ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക്, എംപ്ലോയീസ് ആൻഡ് കമ്പനീസ് ഒബ്ജക്റ്റീവ്സ്. കമ്പനിയുടെ ഒബ്ജക്റ്റീവ് അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെയും എംപ്ലോയീസിൻ്റെയും ഒക്കെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നല്ല ഡിസിഷൻസ് എടുക്കാൻ ഈ എത്തിക്സ് ഫോളോ ചെയ്യുന്നതിലൂടെ സാധിക്കും. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഫസ്റ്റ് വൺ, നോ റിവാർഡ് ഫോർ എത്തിക്കൽ കണ്ടക്റ്റ്. സെർട്ടൻ അതോറിറ്റീസ് ബിലീവ് ദാറ്റ് there is no reward whether the business is conducted on ethical standards or not. ഇപ്പോൾ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്ത് ബിസിനസ് കണ്ടക്ട് ചെയ്താലും ഫോളോ ചെയ്തില്ലെങ്കിലും അതിനൊരു റിവാർഡൊന്നും കിട്ടുന്നില്ല എന്നാണ് എല്ലാവരും കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഫോളോ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. സെക്കൻഡ് വൺ, ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് ആൻഡ് ആക്ട് വെദർ ഇറ്റ് ഈസ് എത്തിക്കൽ ഓർ നോട്ട്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് വിച്ച് ആക്ട് ഈസ് എത്തിക്കൽ ആൻഡ് അൺഎത്തിക്കൽ ബൈ എ ബിസിനസ് മാൻ ഇൻ സെർട്ടൈൻ സർക്കംസ്റ്റാൻസസ്. ഓരോ സിറ്റുവേഷൻസിൽ സാഹചര്യങ്ങളൊക്കെ മാറുമ്പോൾ ഓരോ ഡിസിഷൻസ് അല്ലെങ്കിൽ ഓരോ പ്രവൃത്തികൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായിട്ട് ആ ബിസിനസ്മാന് പറയാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് നല്ല എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല ലോസിലാണ് പോകുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആ ബിസിനസ് എൻ്റർപ്രൈസ് അടച്ച് പൂട്ടേണ്ടി വരും. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ അവർ സർവൈവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അൺഎത്തിക്കൽ സ്റ്റാൻഡേർഡ്സൊക്കെ ഫോളോ ചെയ്തു എന്ന് വരും. ലാസ്റ്റ് വൺ, നോ പ്രോപ്പർ നോളജ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. People may not have a proper knowledge of ethical standards. For example, the consumers may not have knowledge whether the prices or the quality of the products are based on ethical ground or not. സോ ഈ പീപ്പിളിന്, അതായത് കൺസ്യൂമേഴ്സിനും സപ്ലയേഴ്സിനൊന്നും എത്തിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചൊരു അറിവില്ലെങ്കിൽ ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു കമ്പനി നല്ല എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റിയും പ്രൈസൊക്കെ ഡിറ്റർമൈൻ ചെയ്തു, പക്ഷേ അത് മേടിക്കുന്ന കൺസ്യൂമേഴ്സിന് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ബേസിലായിരിക്കും ഓരോ പ്രൊഡക്റ്റ് മേടിക്കുന്നത്. സോ ആ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല.